ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുറ്റത്തൊരു പച്ചക്കറി പന്തലൊരുക്കിയ വീട്ടിലൂണ്. ഇതെല്ലാം വീട്ടിലൂണ് കിട്ടുന്നൊരു ഹോട്ടലിലോട്ടാണ് നമ്മൾ പോണത്. നമ്മുടെ ആലപ്പുഴ മുപ്പാലത്തിൻ്റെ അവിടെ നിന്ന് നേരെ നമ്മൾ മാളികമുക്കിലേക്ക് പോകുന്ന റോഡാണ്. കനാലിൻ്റെ സൈഡാണ്. അടിപൊളിയാണ്. ഇവിടെ നല്ല മഴയായിരുന്നു. മഴ തോർന്നപ്പോൾ വീഡിയോ എടുത്തിടാൻ വേണ്ടി ഇരുന്ന്. ഇവിടെ വരാമെങ്കിൽ നമുക്ക് കനാലിലെ കാഴ്ചകളൊക്കെ കാണാം. അടിപൊളി മീൻകറി, മീൻ വറുത്തതൊക്കെ കൂട്ടി ഊണും കഴിച്ചിട്ട് പോകാം. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ഇവിടെയാണ്. കണ്ട, നമ്മുടെ കല്ലമ്പാലത്തിൻ്റെ അടുത്താണ്. ഒപ്പാലം ഇവിടുന്ന് ബീച്ചിലേക്ക് പോവാം. ഓക്കെ, നമുക്കിതിനകത്തേക്ക് പോവാം. അകത്തോട്ടുള്ള വീഡിയോ കാണിച്ചു തരാം. ഇത് ഇവിടുന്ന് അകത്തോട്ട് പോകുന്ന വഴിയാണ് ആ വീട്. കേട്ടോ, അടിപൊളിയാണ്. മുറ്റത്തൊക്കെ പന്തലൊക്കെ ഇട്ട് നല്ല കൃഷിയും സെറ്റപ്പാണ്. ചേച്ചിയും ചേട്ടനും കൂടെ നടത്തുന്ന വീടാണ്. പൊളി ഹോട്ടലാണ്. ഊണിൻ്റെ വീഡിയോ നമ്മൾ എടുക്കുന്നില്ല, ഭയങ്കര തിരക്കാണ് ഇവിടെ, അതൊന്നും നടക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ലൊക്കേഷൻ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരുമോ? നല്ല മഴയാണ് കേട്ടോ. എൻ്റെ വണ്ടിയാണ് ഇവിടെ ഇരിക്കുന്നത്. വീട്ടിലോട്ട് കയറുന്നതാണ്. നമ്മൾ ഞാൻ പൂച്ചയായിരുന്നു. ഹായ്, ഹലോ. ഓക്കെ. ഇവിടെ കോവലാണ്, കോവല്. കൂട്ടുകാരെ, ഈ വീടിന്റെ പ്രത്യേകത മുറ്റത്തൊരു പച്ചക്കറി പന്തലൊക്കെ ഒരുക്കി നമ്മൾ കയറി വരുമ്പോൾ തന്നെ നല്ലൊരു തടിയങ്ക, നമ്മുടെ കുമ്പളങ്ങയൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. കോവലും ഒക്കെ പടർത്തി നിറയെ കോവയ്ക്കകളൊക്കെ ആയിട്ട് ആ വീടിനോട് ചേർന്ന് തന്നെയുള്ള ഒരു പോർഷനിലാണ് എല്ലാവർക്കും ഊണ് വിളമ്പി അവർ കൊടുക്കുന്നത്. നമ്മൾ ഊണിൻ്റെ വീഡിയോയൊക്കെ തിരക്ക സമയത്ത് അവർ രണ്ടുപേര് കിടന്ന് കഷ്ടപ്പെടുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്കതൊന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ അപ്പോഴേക്കും മഴ വന്നു. ഇത് കണ്ടോ, നമ്മുടെ ഇളവൻ, അതായത് തടിയങ്ക, കുമ്പളങ്ങ എന്നൊക്കെ പറയുന്ന സംഭവം കിടക്കുകയാണ്. നിറയെ പയറും നല്ല ചെടികളും ഒക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസിലിരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം. അതായത് നമ്മുടെ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരു ഫീൽ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അടിപൊളി ആംബിയൻസ്. നിങ്ങളിവിടുത്തെ ഭക്ഷണം കഴിച്ച് വെക്കണം, കാരണം അവിടുത്തെ തിരക്ക് ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ. കാരണം നല്ല പൊളി മീൻകറിയൊക്കെയാണ് കേട്ടോ. നല്ല മുളകിട്ട കേര മീൻകറി, മത്തി ഫ്രൈ, എല്ലാ ഐറ്റംസും ഉണ്ട്. ഇവിടെ ഇത്രയും ജനം ഇവിടെ കൂടി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഫുഡിൻ്റെ എന്തെങ്കിലും പ്രത്യേകത കാണാതിരിക്കും. ഇത്രയും മഴയത്ത് പാഴ്സൽ വാങ്ങുന്നവർ, കഴിക്കുന്നവർ അവിടെ ക്യൂവിലാണ്. ബീച്ചിൽ സൈഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ജോലിക്കാർ ഇവിടെ എത്താറുണ്ട്.